ഹലോ ഗായ്സ്, നമ്മളിത് ഒരു അടിപൊളി മീൻ മുളകിട്ടതാണ് ഗൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. നമ്മളൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പം ചട്ടി ഉള്ളവർ ഇതിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മളിവിടെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഓയിലിനെക്കാട്ടും ടേസ്റ്റ് വെളിച്ചെണ്ണ കേട്ടോ. അപ്പം അത് ഉള്ളവർ അത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ ഇത് നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ടതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി അരിഞ്ഞിട്ടത്, 2 പച്ചമുളകും 4 കഷ്ണമായിട്ട് ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ, അടി പിടിക്കാതെ നോക്കാം. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് എടുക്കണമെങ്കിൽ കല്ലുപ്പ് എടുക്കുക, പൊടിയുപ്പ് എടുക്കുന്നവർക്ക് പൊടിയുപ്പ് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടോ. എരിവിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി യൂസ് ചെയ്യാം. ഇനി ഇതേ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഫിഷ് ഫ്രൈ മസാല കേട്ടോ ഗൈസ്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതേ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒഴിക്കാം കേട്ടോ ഗൈസ്. ഇനി കൂടി പോയിട്ട് എന്ന് പറയരുത്. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. എന്നാലും നമ്മൾ ഇതില് ചില ആളുകൾ സവാള ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മളിത് ചെറിയുള്ളി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, സവാള ആഡ് ചെയ്തിട്ടില്ല. അപ്പം ചെറിയുള്ളി ആകുമ്പോൾ ടേസ്റ്റ് കൂടും ഗൈസ്. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് ഗൈസ് നമ്മൾ മല്ലിയിലും കറിവേപ്പിൻ്റെ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് മല്ലിയിലും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമ്മുടെ മെയിൻ ആളെ ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ച് വെച്ച് വേവിക്കാം ഗൈസ്. അങ്ങനെ നമ്മളിത് അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതിലിപ്പോ നിങ്ങൾക്ക് ഉപ്പിട്ട പോരായി ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ മീൻകറി. ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മീൻകറി, മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട് ഗൈസ്.